ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ അഗ്നൗണി ഒഫീഷ്യൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ക്രിസ്മസ് സീരീസ് പാർട്ട് 2. അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ക്രിസ്മസ് ട്രീ ആണെങ്കിൽ ഈ വീഡിയോയിൽ നമ്മൾ ക്രിസ്മസ് സ്റ്റാർ ആണ്. അതായത് സ്റ്റാർ, വെറും സ്റ്റാറാണ്, പേപ്പർ സ്റ്റാറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് കളർഫുൾ ഇതിൽ വേണമെങ്കിലും ചെയ്യാം. എന്ന് വെച്ചാൽ കളർ പേപ്പറിലും ചെയ്യാം, വൈറ്റ് പേപ്പറിലും ചെയ്യാം. കളർ പേപ്പറിൽ റെഡ് ആൻഡ് ഗ്രീൻ കളറിൽ സ്റ്റാർസ് വേണമെങ്കിൽ, ഇതിനെക്കാട്ടി ഒത്തിരി കൂടെ വലിയ സ്റ്റാർ വേണമെങ്കിൽ നിങ്ങൾ റെഡ് ആണ് വേണമെങ്കിൽ റെഡ് സ്റ്റാർ എന്ന് കമൻറ്റ് ചെയ്യുക. ഗ്രീൻ ആണ് വേണമെങ്കിൽ ഗ്രീൻ സ്റ്റാർ എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് നമ്മളുണ്ടാക്കുന്നതായിരിക്കും. ഇതിൻ്റെ ഒത്തിരി കൂടെ വലുതാണ് കേട്ടോ. ഇപ്പോൾ 12 എണ്ണം ഉണ്ടാകുന്ന എണ്ണിയെടുക്കുക, ബാക്കിയെല്ലാം നിങ്ങൾ കണ്ട് ചെയ്തോളൂ. ഇത് എനിക്ക് എണ്ണിയെടുത്ത് പശ തേക്കുക, എല്ലാം പശ തേച്ചെടുക്കാവേ. അപ്പം നമ്മളെല്ലാം പശ തേച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതെല്ലാം യോജിച്ച് വെച്ച് പശ തേക്കുക. അപ്പോൾ എനിക്കൊരു മിസ്റ്റേക്ക് ഇവിടെ പറ്റിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ തിരുത്തിയായിരുന്നു, പക്ഷെ അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. സോ ഇതിൻ്റെ അകത്ത് എല്ലാം പശ ഒട്ടിക്കുമ്പോൾ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു എന്നൊക്കെ നോക്കണം. ഒട്ടിപ്പിടിച്ചിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി. അതിനാ ഇവിടെയാണ് എൻ്റെ മിസ്റ്റേക്ക് പറ്റിയത്. പകുതിയെ പശ തേക്കാവൂ, പക്ഷെ ഞാൻ മുഴുവൻ അങ്ങ് തേച്ച് പോയി ആ ഫ്ലോയിൽ. അപ്പം മുഴുവനും ആരും തേക്കാതെ പകുതി തേച്ചാൽ മതി. മുഴുവൻ തേച്ചാൽ ഒരുപാട് പേപ്പേഴ്സ് വേസ്റ്റ് എന്നല്ല, ഒരുപാട് പേപ്പേഴ്സ് യൂസ് ചെയ്താലേ അതിൻ്റെ ഭംഗി കിട്ടുള്ളൂ. അപ്പോൾ ജസ്റ്റ് നമുക്ക് ചെറിയൊരു മിനിമലൈസ്ഡ് സ്റ്റാറാണ് നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ ഇത് മുഴുവൻ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കട്ടൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ സൈഡ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം. ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ സൈഡ്. 2 മിനിറ്റ് ഉണങ്ങാനൊക്കെ വെച്ചിട്ടേ നമ്മൾ ഈ കട്ടൊക്കെ ചെയ്യാവൂ കേട്ടോ. ഞാനതൊന്നും ചെയ്തില്ല വീഡിയോ എടുക്കാൻ നേരത്തെ, അതുകൊണ്ട് ഇത്തിരി ഫിനിഷിങ് കുറവുണ്ട്. ജസ്റ്റ് നമ്മൾക്ക് ഇങ്ങനെ വെക്കാം. മുഴുവൻ നമ്മളൊന്ന് ജസ്റ്റ് അകത്ത് കൈയൊക്കെ ഇട്ട് നോക്കി നല്ലതാവണം. ജസ്റ്റ് ഇങ്ങനെ ഉണങ്ങാൻ വെക്കാം. ഇങ്ങനെയാണ് ഉണങ്ങാൻ വെച്ചിട്ട് ഈ 2 സൈഡിലും ഈ ചോപ്പ് എൻ്റെ കയ്യിൽ യാനാണ്. നിങ്ങൾക്ക് വള്ളിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. എൻ്റെ കയ്യിൽ യാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുത്തത്. ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. 2 സൈഡിലും അകത്തോട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ദെൻ തൂക്കിയപ്പോൾ ഇതാണ് ലുക്ക്. അപ്പോൾ ബൈ.